അഡിനോയിഡ് അതുപോലെ ടോൺസിൽ ഈ ഗ്രന്ഥികൾ നീക്കം ചെയ്താൽ അത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും? തീർച്ചയായിട്ടും ഇല്ല. ഇത് ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിഷ്യൂസിൻ്റെ ഒരു ഗ്രോത്ത് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും അഡിനോയിഡ് ടോൺസിൽ ഹൈപ്പർട്രോഫി കാണും. എന്ന് വെച്ചാൽ ഈ കുട്ടികളെ എല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയല്ല. ഇത് പ്രോബ്ലംസ്, അതായത് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാകുന്ന കുട്ടികളിൽ സെലക്ട് ചെയ്ത് മാത്രമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോൾ ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അഡൽട്ട് ലൈഫിലോട്ടാകുമ്പോഴത്തേക്ക് ടേക്ക് ഓവർ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ യൂഷ്വലി ഒരു 7 years തൊട്ട് ഇത് റിഗ്രസ് ചെയ്ത് തുടങ്ങും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടീൻസ് ആകുമ്പോഴത്തേക്ക് ജനറലി നമ്മൾ അഡിനോയിഡ്സോ ടോൺസിൽസോ അങ്ങനെ കാണാറില്ല. വളരെ ചുരുക്കമാണിത് നമ്മൾ അഡൽട്ട് ലൈഫിൽ കാണുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ഇഷ്യൂസും കുട്ടികൾക്ക് വരാറില്ല.